വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അദ്ദേഹം കടൽ കടന്ന് സൗദി അറേബ്യയിലെത്തി. അൽഖബാർ 1978, അതായത് 28-ാം വയസ്സ് അവിടെ സൗദി പൗരനുമായി ചേർന്ന് ഒരു പുതിയ കമ്പനി രൂപീകരിച്ചു. ആദ്യം കിട്ടിയ പ്രോജക്റ്റ് ടെഹ്റാനിലാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശും കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ എന്ന സ്ഥലത്ത് നിന്നുള്ള 180 തൊഴിലാളികളുമായിരുന്നു കമ്പനിയുടെ തുടക്കത്തിലെ ആസ്തി. ഒരു ഫ്രഞ്ച് കമ്പനിയുടെ കരാറാണ് ആദ്യം അദ്ദേഹം ഏറ്റെടുത്തത്. വിമാനങ്ങൾക്ക് ഭൂമിക്കടിയിൽ താവളമൊരുക്കുന്ന ഒരു പദ്ധതി. പിന്നീട് റിയാദിൽ റോയൽ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉപകരാർ. 5 വർഷങ്ങളായപ്പോഴേക്കും എണ്ണ പര്യവേഷണത്തിലേക്ക് കടന്നു. 1990-ൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തു തുടങ്ങി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള നാസർ അൽ ഹജ്റ എന്ന കമ്പനി ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. പിന്നീട് അദ്ദേഹം ഹോട്ടൽ വ്യവസായ മേഖലയിലേക്കും കെട്ടിട നിർമ്മാണം, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും ഒക്കെ കടന്നു. ബഹ്റൈൻ കൂടാതെ ഖത്തർ, UAE, ഏഷ്യൻ രാജ്യങ്ങൾ, UK, അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് സജീവ സാന്നിധ്യമുണ്ട്. RP ഗ്ലോബൽ എന്ന കമ്പനി രൂപീകരിച്ച് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. അദ്ദേഹം ദുബായിൽ 50 നിലകളിലായി തലയുയർത്തി നിൽക്കുന്ന RP ഹൈറ്റ്സ് എന്ന കെട്ടിട സമുച്ചയം ഈ മേഖലയിലെ പ്രവർത്തന മികവിന്റെ മികച്ച ഉദാഹരണമാണ്. ഗൾഫ് ഏഷ്യ അടക്കം നിരവധി കമ്പനികൾ ഇന്ന് ഈ ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. RP ഗ്രൂപ്പ് സ്ഥാപിച്ചത് പിന്നീടാണ്. അതിന്റെ കീഴിലാണ് നാസർ അൽ ഹജ്റ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. ഹോട്ടൽ വ്യവസായ രംഗത്ത് അദ്ദേഹം ദുബായിൽ മാത്രം മുതൽ മുടക്കിയിരിക്കുന്നത് $300 മില്യൺ. കേരളത്തിലും സജീവ സാന്നിധ്യമുണ്ട് RP ഗ്രൂപ്പിന്. തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ വിവിധ രംഗങ്ങളിൽ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ഹോട്ടൽ, ആശുപത്രി, മോളുകൾ, അങ്ങനെ IT, ട്രേഡിംഗ്, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിലും RP ഗ്രൂപ്പിന്റെ പേര് ശ്രദ്ധേയമാണ്. 1.5 ലക്ഷത്തോളം തൊഴിലാളികളുള്ള കമ്പനിയിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നത് അദ്ദേഹത്തെ ഏറെ പ്രിയങ്കരനും ബഹുമാനീയമാണ്. രവിപ്രഭ ഈ സായാഹ്ന പരിപാടിക്ക് മുന്നോടിയായി ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഔപചാരിക സമ്മേളനമാണ്. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR അനിലാണ്. മുഖ്യാതിഥിയായി ഇന്നിവിടെ സന്നിഹിതനാവുക ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയാണ്. വിശിഷ്ടാതിഥിയായി നമ്മുടെ എല്ലാവരുടെയും തിരുവനന്തപുരത്തിന്റെ പ്രിയങ്കരനായ ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ. വിശിഷ്ടാതിഥികളോടൊപ്പം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സിനിമ, ഇതര മേഖലകളിലെ പ്രമുഖരും ഇന്ന് വേദി പങ്കിടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സന്നിഹിതനായ ഉടൻ തന്നെ ഔപചാരിക സമ്മേളനം ആരംഭിക്കും. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.